ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം ആസൂത്രിതമാണെന്ന സംശയം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ പരസ്യമായി ഇതിനെക്കുറിച്ച് ആരും പറഞ്ഞിരുന്നില്ല. ഇറാൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കി വന്നിരുന്നു. ഹെലികോപ്റ്റർ അപകടം ആസൂത്രിതമായി നടപ്പാക്കിയതാണെന്നാണ് ഇറാനിലെ പാർലമെന്റ് അംഗം തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഞെട്ടലിലാണ് ലോകം. മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലിനോടുള്ള കടുത്ത നിലപാട് തുടരുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തണമെന്ന് മുസ്ലിം രാജ്യങ്ങളോട് ആവശ്യപ്പെട്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി രംഗത്തെത്തിയിരിക്കുന്നത്. സാമ്പത്തിക ഉപരോധത്തിനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റിനെ ഇസ്രായേൽ വധിച്ചതാണെന്ന് തെളിഞ്ഞാൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഇസ്രായേൽ ഒറ്റപ്പെടും. മാറുന്ന ലോകക്രമത്തിൽ അമേരിക്കയ്ക്ക് പോലും ഇക്കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയണമെന്നില്ലെന്നാണ് വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. 41,000-ഓളം പലസ്തീനികളെ കൊന്നൊടുക്കിയ ഇസ്രായേലിനോടൊപ്പം നിൽക്കാൻ ഒരു മുസ്ലിം രാജ്യത്തിനും ഇനി കഴിയില്ല. അഥവാ ഏതെങ്കിലും ഭരണാധികാരി അതിന് ശ്രമിച്ചാൽ ആ രാജ്യത്തെ ജനങ്ങൾ തന്നെ ആ ഭരണകൂടത്തെ പുറത്താക്കുകയും ചെയ്യും. ഇത്തരമൊരു സാഹചര്യമാണ് നിലവിൽ ലോക രാഷ്ട്രീയത്തിലുള്ളത്. ഇസ്രായേലിന് വേണ്ടി അമേരിക്കയല്ല, ആര് തന്നെ സുരക്ഷാ കവചം ഒരുക്കിയാലും വലിയൊരു തിരിച്ചടി ഉറപ്പാണ്. അത് ഏത് രൂപത്തിലായിരിക്കും എന്നത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടതെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ജൂത ഭരണകൂടം ഒരു മടിയുമില്ലാതെ മുസ്ലിം സമുദായത്തിന് നേരെ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമ ജെറുസലേമുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നാണ് മുസ്ലിം ലോകത്തോട് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെയായിരുന്നു ഖമേനിയുടെ വാക്കുകൾ. ഇപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യമാണിതെന്നും ഖമേനി ചൂണ്ടിക്കാട്ടി. തെഹ്റാനിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കോൺഫറൻസിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരം ഒരാവശ്യം ഖമേനി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഗസയിൽ ഫലസ്തീനെതിരെ 1 വർഷം നീണ്ട സൈനിക നടപടിയിൽ ഇസ്രായേൽ കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്തതായി അദ്ദേഹം ആരോപിച്ചു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംഘർഷത്തിൽ ഇതുവരെ 41,000 പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പലസ്തീൻ ഭൂമി കൈയടക്കിയ ഒരു ക്രിമിനൽ രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ ഇസ്ലാമിക ലോകത്തിൻ്റെ ഐക്യം വർദ്ധിപ്പിക്കുന്ന നടപടിയാണ് ഉണ്ടാവേണ്ടത്. അതിൻ്റെ ആദ്യപടിയായി ഇസ്ലാമിക രാജ്യങ്ങൾ അവരുമായുള്ള സാമ്പത്തിക ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കണമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആവശ്യപ്പെട്ടു. ഇറാൻ പരമോന്നത നേതാവിൻ്റെ ഈ പ്രസ്താവന മുസ്ലിം രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കുക എന്നാണ് നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടിലേക്ക് പോകാനും അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കാനും ഈ നിലപാട് കാരണമാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതേസമയം ഇസ്രായേലിൻ്റെ ബോംബിങ്ങും ഗ്രൗണ്ട് ഓപ്പറേഷനും മൂലം ഗസയിലെ ഭൂരിപക്ഷം ഭാഗങ്ങളും നശിക്കുകയും പലസ്തീൻ ജനസംഖ്യയുടെ 90% ആളുകളെയും കുടിയിറക്കുകയും ചെയ്തുവെന്നാണ് UN പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്.